നമസ്കാരം. നമ്മുടെ ഒ പി ഡികളിലും നമുക്ക് ചുറ്റുമുള്ളവരുടെ ഇടയിലും ഈ അടുത്തായി ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു വാക്കാണ് സയാറ്റിക്ക. സയാറ്റിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ നടുവിലെ വേദന കാലിലോട്ട് തരിച്ചിറങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഈ സയാറ്റിക്ക ഉണ്ടാക്കുന്നത് സയാറ്റിക്കോ എന്ന് പറഞ്ഞൊരു നെർവാണ്. നമ്മുടെ നടുവിൽ L4, L5, S1, S2, S3 എന്നീ നെർവ് റൂട്ടുകളിൽ നിന്ന് തുടങ്ങി പാദം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് നെർവ് അല്ലെങ്കിൽ നീളം കൂടിയ ഒരു നെർവാണ് ഈ സയാറ്റിക്ക എന്ന് പറയുന്ന നെർവ്. നമ്മുടെ ശരീരത്തിൽ കശേരുകൾക്കിടയിൽ കാണുന്ന ജെല്ലി പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്കിന് എന്തെങ്കിലും പ്രൊലാപ്സോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ സംഭവിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് സമീപത്തു കൂടി പോകുന്ന നെർവുകൾ സയാറ്റിക്ക ആകുമ്പോൾ സയാറ്റിക്കോ നെർവിന് കംപ്രഷൻ സംഭവിക്കുകയും അതുമൂലം വേദനകൾ കാലിലോട്ട് തരിച്ചിറങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ സയാറ്റിക്ക എന്ന് പറയുന്നത്. പൊതുവെ ഈ സയാറ്റിക്ക വന്നു കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഒരു കാര്യമാക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പിന്നീട് കാലിലോട്ട് തരിപ്പ്, പുകച്ചിൽ, പിന്നെ കാലിൻ്റെ സെൻസേഷൻ വരെ പോകുന്ന ഒരവസ്ഥയിലോട്ട് എത്തിക്കുന്നതാണ്. ആയുർവേദത്തിൽ സയാറ്റിക്കയ്ക്ക് ഫലപ്രദമായ ചികിത്സാ രീതി ലഭ്യമാണ്. ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളായ യോഗവസ്തി, നസ്യം, വിരേചനം എന്നീ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ കൂടുതലായും ഇതിൽ ഉപയോഗിച്ച് വരുന്നത്. ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പൂർവകർമ്മങ്ങളായ പൊടിക്കിഴി, അഭ്യംഗം, നാരങ്ങക്കിഴി, ഇലക്കിഴി എന്നീ കിഴികളും പശ്ചാത്കർമ്മമായ ഞവരക്കിഴി പോലുള്ള ബ്രഹ്മണ തെറാപ്പികളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫലപ്രദമായ രീതിയിൽ സയാറ്റിക്കയെ മാനേജ് ചെയ്യാവുന്നതാണ്.